ദി പവർ ഓഫ് സെൽഫ് ഡിസിപ്ലിൻ. സെൽഫ് ഡിസിപ്ലിൻ എന്ന് പറഞ്ഞാൽ ഒരു സ്കില്ലാണ്. നമുക്ക് നമ്മുടെ ഇമോഷൻസ് ആയാലും നമ്മുടെ തോട്ട് ആയാലും അതുപോലെ തന്നെ നമ്മുടെ സ്ട്രെസ് ആയാലും നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ഒരു സ്കില്ലിനെയാണ് നമ്മൾ സെൽഫ് ഡിസിപ്ലിൻ എന്ന് പറയുന്നത്. ഇപ്പം എനിക്കായാലും നിങ്ങൾക്കായാലും മോർണിംഗ് എണീക്കുക എന്നുള്ളത് കുറച്ച് ടാസ്ക് ആയിട്ടുള്ള കാര്യം. പക്ഷെ നമുക്കത് ഇൻട്രസ്റ്റ് ഇല്ല. നമുക്ക് പിന്നെ ഒരു ബെഡിൽ തന്നെ കിടക്കാണ് നമുക്ക് ഇൻട്രസ്റ്റ്. പക്ഷെ ആ ഒരു ടൈമിന് നിങ്ങൾ രാവിലെ നിങ്ങളുടെ ഒരു പ്രോപ്പർ ടൈമിന് നിങ്ങൾ സെറ്റ് ചെയ്ത് എണീറ്റിട്ട് നിങ്ങൾ നിങ്ങളുടെ വർക്ക് ചെയ്യണതിനാൽ ഒരു പ്രോപ്പർ ഡിസിപ്ലിൻ ആയിട്ട് പറയാം, അല്ലെങ്കിൽ സെൽഫ് ഡിസിപ്ലിൻ ആയിട്ട് ആ ഒരു ആക്ടിവിറ്റിനെ നമുക്ക് പറയാനായിട്ട് പറ്റും. ഇപ്പോൾ വേറെ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ നമുക്ക് ഇഷ്ടം എപ്പോഴും ഫോണിൽ വെറുതെ അനാവശ്യമായിട്ടുള്ള റീൽസും യൂട്യൂബ് വീഡിയോസും കണ്ട് സ്ക്രോൾ ചെയ്യണമായിരിക്കും താല്പര്യം. പക്ഷെ നമ്മൾ ആ ഒരു സമയത്ത് നമ്മളിപ്പോൾ യൂസ്ഫുൾ ആയിട്ടുള്ള ഏതെങ്കിലും സെൽഫ് ഇമ്പ്രൂവ്മെൻറ്റിൻ്റെ ബുക്ക് എടുത്ത് വായിക്കുന്നതും ഒരു സെൽഫ് ഡിസിപ്ലിൻ ആയിട്ട് നമുക്ക് പറയാനായിട്ട് പറ്റും. കാരണം നമ്മൾ ആ ഒരു ടൈമിൽ നമ്മുടെ കംഫർട്ട് സോണാണ് ബ്രേക്ക് ചെയ്യുന്നത്. നമുക്ക് വേണമെങ്കിൽ ഒരു ബെഡിൽ വെറുതെ കിടന്ന് നമ്മുടെ ഫോൺ നമുക്ക് ജസ്റ്റ് സ്ക്രോൾ ചെയ്തുകൊണ്ടിരിക്കുക. ആ ഒരു കംഫർട്ട് മാറ്റിയിട്ടാണ് നമ്മൾ ജസ്റ്റ് ബുക്ക് റീഡിങ് വായിക്കുന്നത്. സോ അത് നമുക്കൊരു പെർഫെക്റ്റ് എക്സാമ്പിളായിട്ട് പറയാം ഈ ഒരു സെൽഫ് ഡിസിപ്ലിൻ്റെ. സോ ഇപ്പോൾ നിങ്ങൾക്ക് എന്താണ് സെൽഫ് ഡിസിപ്ലിൻ എന്നൊരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും. ഇനി എങ്ങനെ നമുക്ക് നമ്മുടെ ലൈഫിൽ ഈ ഒരു സെൽഫ് ഡിസിപ്ലിൻ അപ്ലൈ ചെയ്യാൻ നോക്കാം. അതിനായിട്ട് നിങ്ങളൊരു 3 കാര്യങ്ങൾ പ്രോപ്പറായിട്ടൊന്ന് ഫോളോ ചെയ്ത് നോക്കിയാൽ മതി. The first one is that make every day uncomfortable. നമ്മൾ എല്ലാ ദിവസവും ഒരിക്കലും നമ്മുടെ ബോഡിനെ കംഫർട്ടാക്കി വെക്കരുത്. എന്തെങ്കിലും അൺകംഫർട്ടായിട്ടുള്ള ആക്ടിവിറ്റീസ് നമ്മുടെ ബോഡിക്ക് നമ്മൾ പ്രൊവൈഡ് ചെയ്യണം. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഏതെങ്കിലും ഫിസിക്കൽ ആക്ടിവിറ്റീസ് നമ്മൾ ചെയ്യണം. ഫിസിക്കൽ ആക്ടിവിറ്റീസ് എന്ന് പറയുമ്പോൾ നമ്മൾ ആ ഒരു ആക്ടിവിറ്റീസിൽ കൂടുതലായിട്ട് നമ്മുടെ ബോഡി കുറച്ചും കൂടി ഫ്ലെക്സിബിലിറ്റി ആവും. നമ്മളിപ്പോൾ വേർക്കും, ചിലപ്പോൾ ആ ഒരു ആക്ടിവിറ്റീസ് ചെയ്യണം നമ്മൾ വേർക്കും, ഒരുപാട് പെയിൻ നമുക്ക് ആ ഒരു ടൈമിന് ഫീൽ ചെയ്യും. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ ജിമ്മിൽ പോയി വർക്കൗട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് പെയിനും അതുപോലെ തന്നെ പ്രഷറും ആ ടൈമിന് വരും. പക്ഷെ നമുക്ക് ഒരു ഗെയിൻസ് അവിടെ ഫോം ചെയ്യുന്നുണ്ട്. അങ്ങനെ നമുക്ക് അൺകംഫർട്ടായിട്ടുള്ള ആക്ടിവിറ്റീസ് നമ്മൾ മാക്സിമം നമ്മുടെ ബോഡിയിലേക്ക് നമ്മൾ കൊടുക്കാൻ ശ്രമിക്കുക. നമ്മളെപ്പോഴും അൺകംഫർട്ട് ആക്കി വെക്കുക, എന്നാലേ നമുക്ക് കൂടുതൽ ഹാർഡാകാനും സാധിക്കുള്ളൂ. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു സ്ട്രേഞ്ചറിൻ്റെ അടുത്ത് പോയി ടോക്ക് ചെയ്യുക. അപ്പോൾ അങ്ങനെ നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് ഒരു ഫ്രണ്ടിൻ്റെ അടുത്ത് ടോക്ക് ചെയ്യണ പോലെയല്ല നമ്മളൊരു സ്ട്രേഞ്ചറിൻ്റെ അടുത്ത് ടോക്ക് ചെയ്യുമ്പോൾ ആ ഒരു രീതിയിലൊരു കംഫർട്ടബിലിറ്റി നമുക്ക് കിട്ടില്ല. നമ്മൾ ആ ഒരു ടൈമിൽ ചിലപ്പോൾ അൺകംഫർട്ടബിൾ ആവും. നമ്മൾ ആ ഒരു സമയത്ത് നമ്മൾ കുറേ കാര്യങ്ങൾ പഠിക്കും. സോ അങ്ങനെ നമ്മുടെ ബോഡിന് അൺകംഫർട്ട് ആകുന്ന രീതിയിലുള്ള ആക്ടിവിറ്റീസ് മാക്സിമം ട്രൈ ചെയ്യുക. സെക്കൻഡ് പോയിന്റ് എന്താണെന്ന് ചോദിച്ചാൽ ടേക്ക് ആക്ഷൻ വിത്തൗട്ട് മോട്ടിവേഷൻ. നമ്മൾ ഒരിക്കലും ഒരു കാര്യം ചെയ്യുമ്പോൾ മോട്ടിവേഷൻ പ്രതീക്ഷിച്ച് നിൽക്കരുത്. ചിലർ പറയുന്നുണ്ട് എനിക്ക് ആ ഒരു കാര്യം ചെയ്യാനായിട്ട് ഒട്ടും മോട്ടിവേഷൻ ഇല്ല, അല്ലെങ്കിൽ ഒട്ടും ഒരു എന്താ പറയുക ഒരു ആക്റ്റീവ് ആകാനുള്ള ആ ഒരു കാര്യം ചെയ്യാൻ. അപ്പം അങ്ങനത്തെ അവരോടാണ് എനിക്ക് പറയാനുള്ളത്. സത്യം പറഞ്ഞാൽ ഇതൊരു റിയൽ സ്കാമാണ്. കുറേ പേര് ഇപ്പോഴും ജിമ്മിൽ ജോയിൻ ചെയ്യാൻ അടുത്ത വർഷം ആട്ടെ എന്നും പറഞ്ഞിരിക്കുന്നുണ്ട്, അല്ലെങ്കിൽ അടുത്ത മാസം ആട്ടെ എന്നും പറഞ്ഞിരിക്കുന്നുണ്ട്. അവർക്ക് ഈ ഒരു മൊമെൻറ്റിൽ ചേരാനുള്ള മടി കൊണ്ടിട്ടാണ് അവർ അങ്ങനത്തെ റീസൺ ഉണ്ടാക്കി പറയുന്നത്. നമുക്ക് ഏത് കാര്യമാണോ നമ്മുടെ ലൈഫിൽ ചെയ്യാനുള്ളത് അതിൻ്റെ ബെസ്റ്റ് ടൈം എന്ന് വെച്ചാൽ ഇതാണ്. നൗ ഈ ഒരു ടൈമിനാണ് നമുക്കത് ചെയ്യേണ്ടത്. അതിൻ്റെ റിസോഴ്സസ് നിങ്ങളുടെ കയ്യിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു ടൈമിൽ തന്നെ ആ ഒരു ആക്ടിവിറ്റി ഏതായാലും സ്റ്റാർട്ട് ചെയ്യുക. സോ ദി ഫൈനൽ സ്റ്റെപ്പ് ഈസ് കൺസിസ്റ്റൻസി. ഈ ഒരു കൺസിസ്റ്റൻസി എന്ന് പറയുന്നത് ദി കീ ഓഫ് സെൽഫ് ഡിസിപ്ലിൻ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. കാരണം നമ്മൾ കൺസിസ്റ്റൻ്റ് ആയാൽ തന്നെ നമ്മൾ സെൽഫ് ഡിസിപ്ലിൻഡ് ആയി. നമ്മൾ ഏത് ആക്ടിവിറ്റി തുടങ്ങിയാലും അത് കൺസിസ്റ്റൻ്റ് ആയിട്ട് ഫോളോ അപ്പ് ചെയ്യാം. നമ്മൾ ഇന്ന് ചെയ്ത് നാളെ ചെയ്യാണ്ടിരിക്കുക. അങ്ങനെ ചെയ്തിട്ട് നമ്മളൊരു കാര്യം നമ്മുടെ ലൈഫിൽ ഉണ്ടാകുമ്പോഴുള്ള ഒരു ഗുണവും നിങ്ങൾക്ക് ഉണ്ടാകുമ്പോഴുള്ള എനിക്കും ഉണ്ടാകുമ്പോഴുള്ള ആ ഒരു കാര്യം ഞാനും നിങ്ങളും ഫോളോ ചെയ്താൽ. സോ നിങ്ങളപ്പോൾ എന്ത് ആക്ടിവിറ്റീസ് ചെയ്യണമെങ്കിലും അത് കൺസിസ്റ്റൻ്റ് ആയിട്ട് പ്രോപ്പറായിട്ട് ഫോളോ അപ്പ് ചെയ്തുകൊണ്ട് പോകാനായിട്ട് മാക്സിമം ട്രൈ ചെയ്യുക. സോ ഇത്തരം കാര്യങ്ങൾ നിങ്ങൾ പ്രോപ്പറായിട്ടും കൺസിസ്റ്റൻ്റ് ആയിട്ട് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ലൈഫിൽ എന്തായാലും ചേഞ്ച് ഉണ്ടാവും. ഞാൻ പറഞ്ഞ പോലെ ഇതൊരിക്കലും നിങ്ങൾക്ക് ഒരു 1 മന്ത് അല്ലെങ്കിൽ ഒരു 2 മന്ത് കൊണ്ട് അച്ചീവ് ചെയ്യാനുള്ള കാര്യമില്ല. നിങ്ങൾ ഇത് കൺസിസ്റ്റൻ്റ് ആയിട്ട് റിപ്പീറ്റ് ചെയ്തുകൊണ്ട് പോയാൽ മാത്രമേ നിങ്ങൾക്ക് നിങ്ങളുടെ ഡ്രീംസിലേക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു ലെവലിലേക്ക് നിങ്ങൾക്ക് എത്താനായിട്ട് പറ്റുള്ളൂ. സോ ഇതുപോലത്തെ യൂസ്ഫുൾ കോണ്ടന്റ്സ് ആണ് നിങ്ങൾക്ക് കാണാൻ താല്പര്യം എന്നുണ്ടെങ്കിൽ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോ. എന്തായാലും നിങ്ങൾക്ക് ലൈഫിൽ ഉപകാരപ്പെടുന്ന വീഡിയോസ് മാത്രമേ ഈ ഒരു ചാനലിൽ നിങ്ങൾക്ക് കിട്ടുള്ളൂ. സോ ലെറ്റ്സ് ഗ്രോ ടുഗെദർ.